ഇരിക്കുന്ന ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് എല്ലാരും എടുക്കും കേട്ടോ. അത് ഓ എഴുതിയിട്ട് മിസ്സിന് അയക്കണോ? വേണ്ടല്ലോ. എനിക്ക് അയക്കണം, എനിക്ക് ആ അയച്ചേ പറ്റൂ. ഞാൻ അതിന് മാർക്ക് ഇടാൻ തീരുമാനിച്ചൊരു വർക്കാണത്. അയക്കണമെന്നോ? അയച്ചേ പറ്റൂ. അടിപൊളിയായിട്ട് എഴുതാട്ടോ. ഇനിയിപ്പോ എഴുതാത്തവരോട് വേറൊരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളെ ലൈഫിൽ ഇത്ര വരെയുള്ള ടീച്ചേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ഒന്ന് നിങ്ങൾ റിമൈൻഡ്സ് കൊടുക്കാം. എങ്ങനെയായിരുന്നോ? നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? പിന്നെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത തകർത്ത ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കഴിവിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു കഴിവില്ലാത്ത കുട്ടീനെയൊക്കെ നല്ല ലെവലിലേക്ക് കൊണ്ടുപോയ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, ചില അവരുടെ ഒരു സ്വാർത്ഥതയൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ആവുമായിരുന്നു, എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇത്ര വരെയില്ല എല്ലാ ടീച്ചേഴ്സിനും. മനസ്സിലായില്ലേ? എല്ലാവരും എന്താ അഫ്രീദ, ഞാനൊരു വർക്ക് കൊടുത്തിരുന്നു. ആസ് എ ടീച്ചർ ഹൂ ഐ എം ഐ, അതായത് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ ആരാണ്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കരിയർ എങ്ങനെയാണ്, കുട്ടികളോടുള്ള ബിഹേവിയർ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എഡ്യൂക്കേഷണൽ മെത്തേഡ് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരു അധ്യാപിക നിങ്ങളുടെ കോൺസെപ്റ്റ് എങ്ങനെയാണ് അധ്യാപിക എന്ന നിലയിൽ, അത് എഴുതാട്ടോ. ഓക്കെ അല്ലേ? നന്നായിട്ട് എഴുതുക. ഓക്കെ മിസ്. ഇംഗ്ലീഷിലാണോ? എത്രയാണ് ഒരു A4 ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ആസ് യു ലൈക്ക്. എത്ര വേണം മിസ്സേ മിനിമം? മിനിമം ഒരു 2 പേജ് എഴുതണം, എന്നാലല്ലേ വായിക്കാൻ ഒരു രസം ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു 2 പേജൊക്കെ വായിക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം അല്ലേ? മിസ് ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും ഇത് വായിക്കുമല്ലോ. യെസ്, അങ്ങനെയൊന്നുമില്ല. ചില കുട്ടികളൊക്കെ ചിലപ്പോ നോക്കാൻ പറ്റിയില്ല, എപ്പോഴെങ്കിലും എനിക്ക് വായിക്കാം. ഓൺ ടൈം വായിക്കുന്ന ആർക്കും വാക്കുന്നില്ല, എങ്കിലും ഞാൻ വായിച്ചിരിക്കും. ഓക്കെ എന്ന് കരുതി എന്നെ കുറിച്ച് എഴുതണ്ട കേട്ടോ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ എഴുതിക്കോ, പോസിറ്റീവ് ഒന്നും എഴുതണ്ട. എനിക്ക് നെഗറ്റീവ് കേൾക്കാണ് ഇഷ്ടം, അതാവുമ്പോ നമുക്ക് തിരുത്താലോ. പിന്നെ എവിടെയാണ് നമ്മുടെ ചാപ്റ്റർ നിർത്തിയത്? പറയൂ. മൂല്യനിർണയം. മൂല്യനിർണയം, അത് മൂല്യനിർണയം എടുത്ത് കഴിഞ്ഞില്ല അല്ലേ? ആ അതെടുത്ത്. അടുത്തത് നമുക്ക് വരുന്നത് മെത്തഡോളജി, ബോധന രീതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബോധന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചിങ് മെത്തേഡ്, അതിനാണ് ബോധന രീതി, മെത്തഡോളജി ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്നത്. എന്താണ് മെത്തഡോളജി? എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്, ആ ഒരു മെത്തേഡ്, ആ ഒരു പ്രോസസ്സിങ്, അതാണ് മെത്തഡോളജി, ബോധന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന രീതി എന്ന് നമുക്ക് പറയാം. ചില ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ക്ലാസ്സിൽ വന്നിട്ട് വെറുതെ ഇരുന്ന് ഉറങ്ങിയിട്ട് എന്തെങ്കിലും വർക്ക് വന്നിട്ട് പോകുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. അതല്ല, ഒരുപാട് നിങ്ങളെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണമെങ്കിൽ ഒരുപാട് എഴുതിപ്പിച്ചിട്ട് അവർ റിലാക്സ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോയ ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരുപാട് ക്ലാസ്സിലിരുന്ന് വെറുതെ എഴുതിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പണ്ട് സോഷ്യലിലും മലയാളത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? പിന്നെ അതുപോലെ പിന്നെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ എന്തിനോ വേണ്ടി പഠിപ്പിച്ചിട്ട് പോകുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ട എന്താണ്, നമ്മൾ നാളത്തെ സൊസൈറ്റി എവിടെ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്? ഈ കുട്ടികളാണ് വളർന്ന് നാളത്തെ തലമുറയാവുന്നത്. അപ്പൊ ആ തലമുറയിൽ ജീവിക്കേണ്ടവരാണ് നമ്മളും നമ്മളെ കുട്ടികളും. സേഫ് സോണിൽ നമുക്ക് നിൽക്കണമെങ്കിൽ, നല്ല സൊസൈറ്റിനെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വിദ്യാഭ്യാസം എല്ലാ തലത്തിലും അടിപൊളി ആയിരിക്കണം. വേണ്ടേ? ഒരു നല്ല വിദ്യാഭ്യാസം, നല്ലൊരു എഡ്യൂക്കേഷൻ നമ്മൾ അവർക്ക് കൊടുത്താൽ മാത്രമേ, അത് ഗിവ് ആൻഡ് ടേക്ക് ആണ്, നമ്മൾ കൊടുക്കുന്നത് എന്ത് നാളെ സൊസൈറ്റിയിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും വിദ്യാഭ്യാസം നല്ല രീതിയിൽ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്, ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ്, ടീച്ചിങ് പ്രോസസ്സിങ്ങിനെയാണ് എന്ന് പറയുന്നത് മെത്തഡോളജി, ബോധന രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് ബോധന രീതി എന്ന് ആർക്കും സംശയമില്ലാലോ? പഠിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ബോധന രീതി. ക്ലിയർ ആയില്ലേ? അതെ. യെസ്.
അപ്പൊ ഇവിടെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് വേണം? ചിട്ടയായിട്ട് അതൊരു പ്രസന്റേഷൻ വേണം, ക്ലാരിഫിക്കേഷൻ വേണം. നമ്മൾ പറയുന്നത് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ആ ഒരു എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചില ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ അതാ നമ്മളുടെ സൗണ്ട് എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ടൂൾസ്, നമ്മുടെ ആയുധം, പണിക്കോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ വോയിസ് ആണ്. അപ്പൊ ആ വോയിസ് എന്തായിരിക്കണം? ക്ലാരിറ്റിയോട് കൂടിയിട്ട് പ്രസന്റ് മൈൻഡ്, നല്ല പ്ലസന്റ് ആൻഡ് പ്രസന്റ് മൈൻഡോട് കൂടിയിട്ട് ഇത് കുട്ടികളിലേക്ക് റീച്ച് ചെയ്യണം. അല്ലെങ്കിൽ അത് കുട്ടികളിൽ എത്തില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഞാൻ പതുക്കെ വളരെ ലോ വോളിയത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടോ? കേൾക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ അവതരണ രീതി അധ്യാപകൻ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പഠിക്കണം. ക്ലാസ് കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനുള്ള കഴിവ് അധ്യാപകര് വേണം. ഇതാണ് ബോധന രീതി എന്ന് പറയുന്നത്. അപ്പൊ ബോധന രീതിയെ കുറിച്ച് ആർക്കും സംശയമില്ല എന്ന് തോന്നുന്നു. എൻവയറമെന്റൽ അപ്രോച്ച് നമുക്ക് നോക്കാം. എൻവയറമെന്റൽ അപ്രോച്ച് എന്താണ്? എൻവയറമെന്റ് നമ്മുടെ പരിസ്ഥിതി അല്ലെ. ഈ പരിസ്ഥിതികളെല്ലാം നമ്മുടെ സമീപനം. ഇപ്പൊ ഒരു കുട്ടി, പിന്നെ ഫോർ എക്സാമ്പിൾ, ഒരു 4 ചുവരുകൾക്കുള്ളിൽ എല്ലാ ഫെസിലിറ്റീസും കൂടി നല്ല അവനിക്കെല്ലാം ആക്സസ് ചെയ്യാനുണ്ട്. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇവൺ അവനിക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല ലക്ഷറിയസ് ലൈഫ്. ഈ ലൈഫിൽ അവൻ ഇങ്ങനെ ജീവിക്കുകയാണ്. ആക്ച്വലി അവന്റെ കഴിവ് അവിടെ ഇല്ല കേട്ടോ. അവനിക്ക് എന്ത് വേണമെന്ന് പറയുമ്പോ അവന്റെ മുമ്പിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അവൻ ആ ഒരു 4 ചുവരുകൾക്കുള്ളിലാണ്. പാരന്റ്സ് ഒക്കെ നല്ല ബിസിയാണ്. അവനങ്ങനെ ഔട്ട്സൈഡ് ഒന്നും കൊണ്ടുപോയിട്ട് എൻകറേജ് ചെയ്യിക്കാനുള്ള ടൈമൊന്നും അവർക്കില്ല. ഈ കുട്ടി ഒരു ദിവസം ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ അതുമല്ല ഒരു സൊസൈറ്റിയിലുള്ള എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്തിട്ട് അവനൊരു അതിന്റെ ഒരു പാർട്ട് ആവുകയാണ്. അപ്പൊ അതിന്റെ പാർട്ട് ആവുമ്പോൾ അവനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്? പൊട്ടത്തരായിരിക്കും അവിടെ നടക്കുക. ബിക്കോസ് അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിൽ അവനിങ്ങനെ എന്താണ്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്നുള്ള ഡൗട്ടോട് കൂടിയിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതല്ല, ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ മറ്റുള്ളവരോട് എൽഡേഴ്സിനെ ബഹുമാനിക്കും, റെസ്പെക്ട് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്ട് കൊടുക്കും അല്ലെ. ആ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് എന്റെ പേഴ്സണാലിറ്റിയെ ഞാൻ ഒരു സൊസൈറ്റിയിൽ കീപ്പ് ചെയ്യേണ്ടത്, സൈലൻസ് എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത്, എന്റെ വോയിസ് എവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ പറയേണ്ടത് എങ്ങനെ പ്രതികരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് പക്ക പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഐഡിയ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതിരിക്കുക എങ്ങനെയാ? ഈ ചുവരുകൾക്കുള്ളിൽ എല്ലാം ആക്സസ് ചെയ്തിട്ട് എല്ലാ ഫെസിലിറ്റീസും എൻജോയ് ചെയ്തിട്ട് ജീവിച്ച കുട്ടി സ്റ്റക്ക് ആവും. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നതില്ല, സീറോ ആയിരിക്കും. പ്രോബ്ലം സോൾവിങ് ഒന്നും അറിയണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ പുഷ് ചെയ്ത് നീ ഇത് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ അത് ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു ലൈഫായിരിക്കും. അപ്പൊ അവന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവളവിടെ സ്റ്റക്ക് ആയിട്ട് എന്ത് ചെയ്യും? കമ്മിറ്റഡ് ടു സൂയിസൈഡ് അല്ലെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഇതിൽ നിന്നൊക്കെ ഒരു വേറെ എന്തെങ്കിലും യൂസേഴ്സിലേക്കൊക്കെ പോകും. അപ്പൊ ഇങ്ങനെയുള്ള തലമുറ വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ കേബിളാക്കി എടുക്കുക, അവരെ കാപ്പബിൾ ആക്കി എടുക്കുക, എല്ലാ സംഗതികളും ചെയ്യാൻ വേണ്ടിട്ട് കാപ്പബിൾ ആക്കി എടുക്കാം. അതിനാണ് നമ്മൾ ഇവിടെ എൻവയറമെന്റൽ അപ്രോച്ച്, പരിസര സമീപനം കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കളിച്ചും അവന്റെ പരിസ്ഥിതി അറിഞ്ഞും. ഫോർ എക്സാമ്പിൾ, ആ ഒരു കുട്ടി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് സ്മെല്ല് അല്ലെ, ട്രീസ്, ബേർഡ്സ്, ഇതൊക്കെ പരിസ്ഥിതി എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു പൂവിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ദിവസം വേറൊരു പൂവാണോ വിചാരിക്കും ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ് അല്ലെ, ഇത് ഇത്തിരി ബെറ്റർ ആണല്ലോ, അപ്പൊ അതിനോട് കുറച്ചുകൂടി അങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആൻഡ് റിയലൈസ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. അതുപോലെ സ്മെല്ല്, പരിസ്ഥിതിയിൽ ഗുഡ് ആൻഡ് ബാഡ് സ്മെൽസ് ഉണ്ട്. ആ സ്മെല്ലൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതിൽ ഇഗ്നോർ ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യാനുള്ള ചാൻസ് കിട്ടണ്ടേ? പരിസ്ഥിതിയിൽ ഇറങ്ങാത്ത ഒരു കുട്ടിക്ക് ഇത് ഉണ്ടാവോ? ഇല്ല. അതുപോലെ തന്നെയാണ് കളേഴ്സ്, ലീവ്സ്, എല്ലാം ഫെസ്റ്റിവൽസ് നമ്മുടെ റിലീജിയൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്, നമ്മളെ കാസ്റ്റ് ആൻഡ് റിലീജിയൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ കണക്റ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ കൾച്ചർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? സംസ്കാരം ഉണ്ടല്ലോ നമ്മളെ, ആ സംസ്കാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ എത്രമാത്രം വാശി പിടിക്കുന്നുണ്ട് ഇതൊക്കെ നേടിയെടുക്കാനൊക്കെ ഉള്ളതും, അത് ചില ആൾക്കാർ ഇതിനെ അത്രയും ഡിപ്പെൻഡ് ആവണില്ല എന്നുള്ളതും, ഇതൊക്കെ കുട്ടി മനസ്സിലാക്കും. എല്ലാം മനസ്സിലാക്കും പെട്ടെന്ന്.
അപ്പൊ അതിനാണ് എൻവയറമെന്റൽ അപ്രോച്ച് ഒരു കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ ക്യൂരിയോസിറ്റി ആണ് ഇവിടെ വർദ്ധിക്കുന്നത്. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി. ചെക്കായല്ലോ അല്ലെ? ഇപ്പൊ ഓക്കെ ആണോ? ആ പിന്നെ സ്റ്റക്കായി. ചെക്കായി. വിചാരിച്ചു എന്റെ പ്രശ്നമാണ്. ഡാറ്റ കഴിഞ്ഞ റീചാർജ് ചെയ്യാൻ പോവാ. രണ്ടു മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ജോയിൻ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? അത് എന്റെ ഫോണിന്റെ പ്രശ്നമാണോ? എന്ത്? എനിക്കെല്ലാം വേഗം ജോയിൻ ആയി. ആയിപ്പോയി, കണക്ഷൻ കട്ടായി പോയിട്ട് പിന്നെ ഞാൻ റീജോയിൻ ചെയ്തിട്ടില്ല. 2-3 പ്രാവശ്യം. ഇല്ല, റീജോയിൻ ചെയ്യേണ്ട വന്നിട്ടില്ല. മിസ് ഇപ്പൊ സ്റ്റക്കായത്. ആ അതെ, എനിക്കും മിസ് റീജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. Is it okay now? യെസ് ഇല്ല, മിസ്. സ്റ്റക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് പറയണം കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ട്. വൈഫൈ ഇവിടെ മുഷ്കിലാണ്. ഞാനൊന്ന് മ്യൂട്ടാക്കി. അജി, റംസി, Cecilia, please mute yourself. നല്ല ബഹളാണല്ലോ അല്ലേ ജസീല? റംഷിന്റെ അടുത്തുനിന്നാന്ന് തോന്നുന്നു. റംഷി ഓക്കെ. അയ്യോ, അല്ല, റംഷിയ. റംഷീന അപ്പൊ നമ്മള് ഞാൻ ക്ലാസ് എടുക്കാട്ടോ. ഇനിയിപ്പോ ആള് എവിടെയോ ഫോൺ വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, ആള് വന്നതിനെ കണ്ടോട്ടെ. അപ്പൊ നമ്മളില്ലേ ഈ കുട്ടികളുടെ ജിജ്ഞാസ മീൻസ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി വെച്ചിട്ടാണ് കുട്ടികൾ ചോദിക്കണത് എപ്പോഴും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അല്ലേ? അയ്യോ, ഒരു രക്ഷയില്ലല്ലോ. ആരെങ്കിലും ആൾക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവോ? ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആളില്ലല്ലോ അടുത്ത്. ഓക്കെ. മ്യൂട്ടായി മിസ്. അപ്പോഴത്തേക്ക് മിസ്സും പോയാ. ഇല്ല മക്കളെ, ഞാൻ അവിടെ ഉണ്ട്. ഞാന് അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എൻവയറമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. എൻവയറമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത് കുട്ടീന്റെ ജിജ്ഞാസയാണ് അവിടെ വർദ്ധിക്കുന്നത്. ജിജ്ഞാസ എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഈ എന്താണ്, വാട്ട് ഈസ് എൻവയറമെന്റൽ അപ്രോച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതേണ്ടത് ഈ ഒരു വാക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ജിജ്ഞാസ മീൻസ് ക്യൂരിയോസിറ്റി അല്ലെ? അവിടെ കുട്ടിയുടെ ക്യൂരിയോസിറ്റി ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. കുട്ടി എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കൊടുക്കും, ഇതെന്താ അതെന്താ. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കലിലൂടെയാണ് കുട്ടിന്റെ ആ ഒരു ജിജ്ഞാസ അവിടെ വർദ്ധിക്കുന്നത്. അപ്പൊ ക്ലാസ് മുറിക്ക് പുറത്തു കൊണ്ടുപോയി ചുറ്റുമുള്ള വസ്തുക്കളെ നേരിൽ നിരീക്ഷിക്കുന്ന സാഹചര്യം, ആ ഒരു ഒബ്സർവേഷൻ നമ്മൾ അവിടെ കൊടുക്കണം കുട്ടിക്ക്. അതായത് നമ്മളുടെ എൻവയറമെന്റിൽ കൊണ്ടുപോയിട്ട് കുട്ടീനെ ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചാൻസ് കുട്ടിക്ക് കൊടുക്കാം. എന്നിട്ട് കുട്ടി അത് റിയലൈസ് ചെയ്യും, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അല്ലെ?
അപ്പോ ഈ നമ്മൾ പണ്ട് സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഇത്തിൽ കണ്ണി പിന്നെ പരാഗണം ചെയ്യുന്നത് ഇത് ആശ്രയിച്ചിട്ടൊക്കെ. അപ്പൊ ഓരോന്ന് പരിസ്ഥിതിയിൽ ഓരോ വസ്തുക്കൾ ഓരോന്നിനെ ആശ്രയിച്ചിട്ടും അല്ലെങ്കിൽ പിന്നെ ആ ഒരു സർക്കിൾ ലൈഫ് സൈക്കിളിലൊക്കെ വരുമ്പോ അതിന്റെ ജീവിത മാർഗം അല്ലെ, ഭക്ഷണം അല്ലെ, സോഴ്സ്, ഇതൊക്കെ കുട്ടിക്ക് പഠിക്കാനുണ്ട്. ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും കുട്ടി നമ്മളെ എൻവയറമെന്റിൽ നിന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, പരിസ്ഥിതിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഭൗതിക ചുറ്റുപാടിലും ജീവിത പരിസ്ഥിതിയിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ ഒരു ചേഞ്ചസ്, നമ്മളെ പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന, നമ്മളെ എൻവയറമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കുട്ടിക്ക് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യാനുള്ള അവസരം, ചാൻസ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? എൻവയറമെന്റൽ അപ്രോച്ചിലൂടെ എന്താണ് അവന്റെ ആക്ച്വലി അവിടെ നടക്കുന്നത്, ഈ ജിജ്ഞാസ വർദ്ധിക്കുന്നുണ്ട്, അതിലൂടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്, അവന്റെ വ്യക്തിത്വ വികസനം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്തേനു മിസ്സേ? ഓ രണ്ടാമത്തെ പോയിന്റ് സെക്കൻഡ്, വാതിൽപ്പുറ പ്രൊജക്ടുകൾ ചെയ്യുന്നതിന്. അത് എന്താ? മിസ്സിന്റെ ബുക്കിൽ ഇല്ലെന്ന് തോന്നുന്നു. ആ ഉണ്ട്. വാതിൽപ്പുറ പ്രൊജക്ടുകൾ മീൻസ് നമ്മൾ ഔട്ട്ഡോർ, വാതിൽപ്പുറം ഔട്ട്ഡോർ പ്രൊജക്ട് വർക്ക്സ്, അതായത് ആക്ടിവിറ്റീസ്. നമ്മളുടെ ഇൻഡോർ ആക്ടിവിറ്റീസിന് പുറമെ ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുക. ആ ആക്ടിവിറ്റീസിലൂടെ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. ഫൈൻ ആയിട്ട് ചെയ്യുന്നത് ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? അതെ. യെസ്. അപ്പൊ ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം, ഇത് തന്നെയാണ് വാതിൽപ്പുറം, അതായത് ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിൽ ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ ഡെവലപ്മെന്റിന് വേണ്ടിയില്ല. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ എന്താ നടക്കുന്നത്, ചുറ്റുമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ടീച്ചർ ചെയ്തു കൊടുക്കണം കേട്ടോ. ഇവിടെ കുട്ടീനോട് നീ പോയിട്ടൊക്കെ നോക്കിയിട്ട് അതിന്റെ സമയത്ത് കയറി വന്നാൽ മതി അങ്ങനെ പറഞ്ഞാൽ നടക്കോ? ഇല്ല, നമ്മളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം, നമ്മുടെ സഹായം ഉണ്ടാവണം, നമ്മളെ ഹെൽപ്പിൽ, നമ്മളെ ഒരു പ്രൊട്ടക്ഷനിൽ നമ്മളുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. നിർദ്ദേശത്തിലൂടെ വേണം കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. ഓക്കെ, ഓക്കെ മിസ്. നെക്സ്റ്റ് വരുന്നത് പ്രസംഗ പ്രസംഗ രീതി. രീതി. ഇവിടെ ആരാണ് നല്ല പ്രാസംഗികനുള്ളത് ഉണ്ടോ? ആരുമില്ല മിസ്, ഞാനില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പ്രസംഗ രീതി എന്ന് പറയുന്ന ഒരു പാഠ്യവസ്തു നമുക്കൊരു ടോപ്പിക് കിട്ടും. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഡാറ്റാസ് അല്ലെ, നല്ല അതിന്റെ കണ്ടന്റ് കീപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റാസ്, വിവരങ്ങൾ കളക്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ഓഡിയൻസിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. ആ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കണം, ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നതായിരിക്കണം ഇല്ലേ? എപ്പോഴും പ്രസംഗ രീതി എന്ന് പറയുന്നത്, പ്രസംഗം എങ്ങനെയായിരിക്കണം, ഓഡിയൻസ് നമ്മളെ കേട്ടിരിക്കാനുള്ളതാണ് പ്രസംഗം എന്ന് പറയുന്നത്. സംശയം ഉണ്ട് ആർക്കെങ്കിലും? ഇല്ല. No. നിങ്ങളൊക്കെ ഇപ്പോ ഒരു മീറ്റിങ്ങിന് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കാണാറുണ്ട്, എന്താ കാണാറുള്ളത്? ബോറടിക്കുന്ന കയ്യിൽ പ്രസംഗം. കിട്ടിക്കഴിഞ്ഞാൽ താഴെ വെക്കാത്ത ആൾക്കാരെ കാണാറില്ലേ? അതെ. നമ്മള് മോസ്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തത് അതായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവര്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ ഉറങ്ങിപ്പോവും അറിയാതെ, വേണമെന്ന് വെച്ചിട്ടല്ല, അറിയാതെ ഉറങ്ങിപ്പോവും. ഇത് മറ്റുള്ളവരുടെ ടൈമിന്റെ വാല്യൂ തിരിച്ചറിയട്ടോ. നമ്മളുടെ ടൈമിന്റെ വാല്യൂ നമ്മൾ അറിയണം. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം വി ഷുഡ് റിയലൈസ് അതേഴ്സ് ടൈം വാല്യൂ. നമ്മൾ മറ്റുള്ളവരുടെ ടൈമിന്റെ വാല്യൂ കൂടി നമ്മൾ മനസ്സിലാക്കണം, റിയലൈസ് ചെയ്യണം. എന്നിട്ട് വേണം ആ മൈക്ക് എത്രമാത്രം ടൈം ഞാൻ എന്റെ കയ്യിൽ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാന്. വേണ്ടേ? അതെ. അപ്പൊ നമ്മള് പിന്നെ ഞാന് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ കുട്ടികളോട് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അത്രയും വാലിന് തീ പിടിച്ച പോലെ പോയതായിരുന്നു. എന്തോ വർക്കിന്റെ ഇടയിലൊക്കെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാന്. ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിട്ട് അവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ ഒരു വലിയ സീനിയറിറ്റി ആയിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ആളാണ്, പേരൊന്നും പറയണില്ല. ആളുടെ ക്ലാസ് നടക്കുകയാണ്. അപ്പൊ ക്ലാസ് നടക്കുമ്പോ അവിടെ പാരന്റ്സ് ഓഡിയൻസ് ഉണ്ട്, നമ്മളിവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, നമ്മൾ ഈ സ്ഥാപനമായിട്ടൊന്നും ബന്ധമില്ല. അപ്പൊ ആളിങ്ങനെ ഈ പിന്നെ പ്രസംഗിക്കണുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വൈഡായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പാരന്റ്സിനോട് എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ആക്ച്വലി എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു.
പൊതുവേ ഈ രാവിലെ മോർണിംഗിലൊക്കെ ഇങ്ങനെ ലാഗ് അടിച്ച് പൊതുവേ എനിക്കിങ്ങനെ അനങ്ങാതിരിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഈ ലാഗ് അടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുത്ത് നന്നായിട്ടൊന്ന് മഴങ്ങി. അപ്പൊ ഈ ഉറങ്ങുന്ന സമയത്ത് ആള് പാരന്റ്സിനോട് എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചു, കിട്ടിയില്ല. അപ്പൊ പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അറിയാതെ വെച്ചിട്ട് ഓരോരുത്തരുടെ നേർക്ക് എന്റെ അടുത്ത് നേർക്ക് വന്നേരം അറിയാന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ. ഞാൻ അപ്പോഴാണ് ഉറക്കത്തിൽ എഴുന്നേറ്റത്. എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു വെരി ഗുഡ് മോർണിംഗ്. മനസ്സിലായി ഉറങ്ങി എഴുന്നേറ്റതാണെന്ന്. അപ്പൊ എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്തു. പക്ഷെ അവിടെ ആൻസർ ചെയ്തതല്ല അവിടെ സംഗതി ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇത് ഉറങ്ങിയിട്ടും അത് അത്രയും ഇല്ലല്ലേ, സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്ന സംഗതിയാണ്. പക്ഷെ അതെനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വെറുതെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ സമയം കുറെ കളഞ്ഞു എന്ന് തോന്നുന്നല്ലേ. ഞാൻ പറഞ്ഞത് അതിപ്പോ തോന്നുന്ന എത്രയോ. പോയോ? കാറ്റ് കൊണ്ടുപോയാലോ പോയല്ലോ. നിന്നത് ഇപ്പൊ കാണാണ്ടായിരുന്നു. നിന്ന് നിർത്തില് മുങ്ങി മിസ്. നമ്മളാളെ ജിന്നു കൊണ്ടുപോയി അറിയാം. മിസ് കിടക്കുന്നുണ്ടാവും. ഇല്ല ഇല്ല. മിസ്സില്ല, പക്ഷെ റെഡ്നസ് ഗ്ലോബൽ അക്കാദമി ഉണ്ട്, അതുക്കും മേലെ. എല്ലാം കാണുന്നതാണ്. നമ്മളീ നമുക്ക് പറയുന്ന സമയത്ത് കേൾക്കുന്നുണ്ടാവില്ലല്ലേ? ഉം. മോഡൽ എക്സാം അല്ലേ പറഞ്ഞേ? ഡിസംബർ സെക്കൻഡ് വീക്ക് എന്നല്ലേ പറഞ്ഞത്? 15-ാം തീയതി ഒക്കെ ആയിട്ടുണ്ടാവും എന്നല്ലേ പറഞ്ഞേ? അത് 5 ദിവസം കൊണ്ട് തീരുവാ അല്ലെ? ഇങ്ങനെ ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. ഓ 14 ദിവസം ഒരു തരും. ജില്ലയുള്ളവർക്ക് എനിക്ക് പറയുള്ളൂ. എനിക്ക് ഓ പോവാനുണ്ടോ? ഗ്യാപ്പ് ലീവ് കിട്ടിയിട്ട് നീ കുറെ പഠിക്കും. 14 അത് ലീവില്ലല്ലോ. അല്ല, നമ്മളെ ഈ ഹെൽത്ത് ആൻഡ് ഹൈജീനും ചൈൽഡ് സൈക്കോളജി ഒക്കെ ബബ്ലിംഗ് അല്ലേ? യെസ്. ആ, അതുകൊണ്ടൊരു സമാധാനം ഉണ്ടല്ലോ. ഉണ്ടാവും അതില്ലേ? ഒന്ന് രണ്ട് എന്റെ ഉണ്ടാവില്ലേ? ആൾക്ക് പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് മോഡലാണെങ്കിൽ സമാധാനിക്കാനായിരുന്നു. ഇതില് പിഴച്ച പബ്ലിക്കില് പബ്ലിക്കിൽ ഞങ്ങള് പേച്ചാൽ അടുത്തില് ഇതില് പോട്ടെ, ടീച്ചിങ് അടുത്തില് വിട്ടാൽ അത് ഇതേപോലെ തന്നെ ആവും. നിങ്ങൾ ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോയിട്ടില്ലേ? അതിൽ അവിടെ നിന്ന് HM സൈൻ വാങ്ങിച്ചിന്. ടീച്ചിങ് എയ്ഡ്സിനോ? ആ, ഇല്ല. സൈന് വേണം പോലും. അതാവും അതിന് നമ്മൾ വേണം. കൊണ്ടുപോകണം. ഞാൻ ചെയ്യിച്ചില്ലായിരുന്നു കേട്ടോ. അസൈൻമെന്റ് അപ്പൊ എന്റെ മെയിൻ ടീച്ചർ പറഞ്ഞ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് സൈൻ ചെയ്യരുതല്ലോ. അതെ ഞാൻ പറഞ്ഞ ഫ്ലാഷ് കാർഡിൽ ചെയ്യണ്ട, ബാക്കിയൊക്കെ ചെയ്തോട്ടി. കുഴപ്പമില്ല കേട്ടോ, നമ്മള് കൊടുക്കണ ഒരു സൈൻ ചെയ്ത് തരും. ഒരെണ്ണം ഇവിടെ ഇതുവരെ വന്നവരൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സൈന് വേണം പോലും. എന്നാലാ അങ്ങനെ എന്തേ കാണിക്കണോ സൈൻ ചെയ്തതായിട്ട്? ആ എടാ നമ്മള് കൊടുത്ത പേപ്പറിൽ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ടീച്ചിങ് എയ്ഡ്സിൽ സൈൻ ചെയ്ത്. അല്ല, ഒരു ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നിങ്ങൾ പുതിയത് ഉണ്ടാക്കിയതല്ല, ഉള്ളതന്നെ യൂസ് ചെയ്ത? ഫ്ലാഷ് കാർഡ് കൊണ്ടുപോയത് അതന്നെ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ച് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ അത് സൈൻ ചെയ്തിട്ട് വാങ്ങിക്കണം പോലും. ഷാക്കിര മിസ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അതിൽ സൈൻ ഇതിലൊന്നും വേണമെന്നൊന്നും. പറഞ്ഞില്ലല്ലോ നമ്മളോടല്ല. നിർബന്ധം ഇല്ലായിരിക്കും. മിസ്സുമാര് ടീച്ചിങ് അറിയില്ല. എയ്ഡ്സ് എന്റെ സ്കൂളിൽ നിർബന്ധം അങ്ങനെ വേണ്ടി വരും. എന്നോടൊന്നും ആ വാക്കുന്നു എന്റേത് ഇപ്പോഴും ഒരു ഒന്നും ഇട്ടിട്ടില്ല. ആ കൊണ്ടേ വെച്ച പാടുണ്ട് ഷെൽഫില്. ഞാൻ ഒരു ഇന്നലെ MTTC കഴിഞ്ഞ ഒരാളെ പറഞ്ഞാ ഞാൻ നോക്കുകയും ചെയ്തു. വല്ലാത്തൊരു കഥ. അടങ്ങി നിൽക്കാം. ജസീലൊക്കെ നാളെ ലെസൺ പ്ലാനിലും വേണ്ടേ സൈന് വാങ്ങിക്കണ്ടേ? അപ്പൊ ഇന്നും ഇന്നലെ അവിടെ സ്പോർട്സ്, ഇന്നും നാളെയും അവിടെ സ്പോർട്സ് ആണ്. അപ്പൊ ഇനി 2 ദിവസം എക്സ്ട്രാ നടക്കണം. ഞാനും അതുപോലെ തന്നെ ഒരിക്കൽ സ്പോർട്സിന് പോയി. പിന്നെ ശിശുദിനായിട്ടും ക്ലാസ് എടുത്തിട്ടില്ല. മിസ് വന്നിട്ടോ? മറ്റേ അസർമുല്ലയെല്ലാം കളിപ്പിച്ച്. ഹലോ മക്കളെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ ആ, മിസ് ഭയങ്കര നെറ്റിന്റെ ഇഷ്യൂ ആണ് കേട്ടോ ഇന്ന്. മൊത്തത്തില് സീനാണ്.
ഓക്കെ. അപ്പൊ നമ്മൾ ഈ പ്രസംഗ രീതി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആള് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ആളെ ലാഗ് അടിപ്പിച്ച് ഒരുപാട് ആൾക്കാർ ഉറങ്ങി. അപ്പൊ അതില് കുറെ ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരുന്നതിന്റെ റീസൺ എന്തായിരുന്നു? ഉറക്കം തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അല്ലാതെ ഈ പാരന്റ്സിനാർക്കും അറിയിട്ടില്ല. പക്ഷെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ട് ശീലമുള്ളത് കൊണ്ട് നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റി. എനിക്ക് അല്ലാതെ അത് എന്റെ ഒരു ഇതായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ പാരന്റ്സിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും. പക്ഷെ അവർ ആ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തതൊന്നും അവരാരുടെയും തലയിൽ കയറില്ല. ഇത് ഇത്രയും ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന കണ്ടന്റ്, അത് വൈഡായിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് എന്തായി അവിടെ ലാഗ് അടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രസംഗ രീതി എന്ന് പറയുമ്പോൾ നല്ല സോളിഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ്, കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട് ആ കണ്ടന്റിനെ കീപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ഓഡിയൻസിൽ നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് അത് എത്തിക്കാം. അല്ലാതെ അവിടെ നമ്മൾ ഒരുപാട് അവരെ ബോറടിപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലും പ്രസംഗ രീതി ചെയ്യരുത്. ഇപ്പൊ നിങ്ങളൊക്കെ നാളെ ഇപ്പൊ ജസീലൊക്കെ നാളെ സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ ഒരു പിന്നെ ടീച്ചറായി. അപ്പോ ജസീലാനെ വിളിക്കാണ്, നോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ് ജസീല. പിന്നെ ഒന്ന് ജസീലാനോട് ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ ജസീല വന്നിട്ട്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ, എന്റെ ഇവിടെ പാരഗ്രാഫ് തുടങ്ങി. പറയുമായിരിക്കും. അവിടെ തുടങ്ങി. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളുടെ ബോഡി മൂവ്മെന്റ്സ്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡും എല്ലാം, നമ്മുടെ പ്രസൻസും ആറ്റിറ്റ്യൂഡും നമ്മുടെ വോളിയം, നമ്മുടെ സൗണ്ട് ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഓഡിയൻസിൽ എത്തിച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തീർക്കാം. അപ്പൊ ഇവിടെ അതാ പറയുന്നത്, ഒരു നിശ്ചിത പാഠവസ്തു വിശദമായി അവതരിപ്പിക്കുന്ന രീതിയാണ് പ്രസംഗ രീതി. അതിൽ ഡീറ്റെയിൽസ് വേണം. പക്ഷെ എന്താണ്, തുടങ്ങുമ്പോൾ വിഷയം അവതരിപ്പിക്കുന്ന സംഘപ്രവർത്തനം, അതായത് മറ്റ് കാണുന്ന ആൾക്കാർക്ക് അത് ഒരിക്കലും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസ്, ഒരു ടീം ഉണ്ടാവും, ഒരു സംഘങ്ങൾ ഉണ്ടാവും, അവരുടെ മുമ്പിൽ ഒരിക്കലും ബോറടിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ മേന്മകൾ നോക്കാം. അധ്യാപകന് സമയലാഭം ഉണ്ടാകുന്നു. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു എന്നാണ്, കഴിയണം. അതാണ് നിങ്ങളുടെ പിന്നെ ഗഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ സമയം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞ് അത് ഓഡിയൻസ് ഇങ്ങനെ ചിന്തിപ്പിക്കണം. പ്രസംഗം എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് ചിന്തിക്കുകയും അതിൽ ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു സംഗതി ആയിരിക്കണം. മനസ്സിലായില്ലേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയതിനെ കൊണ്ട് കാര്യമില്ല. പിന്നെന്തായിരിക്കണം, വിഷയം, ആ ഒരു ടോപ്പിക് പെർഫെക്ഷനോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്യുക. അതായത് പൂർണ്ണതയോട് കൂടിയിട്ട് അവതരിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് അവതരിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. ഒരു മിനിറ്റ് മക്കളെ, ക്ലാസ് എടുക്കാൻ കയറിയത് തൊട്ട് ദുരന്താണ്. നമ്മൾ ഫോണില് അത്രയൊക്കെ പുണ്യം ചെയ്ത മക്കളാ. സത്യം, നിങ്ങളല്ല, ഈ ഞാനാണ് ഭയങ്കര പുണ്യം ചെയ്ത ജന്മാണ്. അപ്പോഴേ നമ്മൾ ആ ടോപ്പിക്ക് നല്ല രീതിയിൽ എത്തിക്കുക, സമയത്തെ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, പൂർണ്ണത, പെർഫെക്ഷൻ വേണം. ചില ആൾക്കാരുണ്ട് മൈക്ക് എടുത്തിട്ട് സംസാരിച്ചിട്ട് കുറേ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്കാരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും ഇവർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും, തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരൊക്കെ. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാക്കും ഇവിടെ ബോറടിച്ചിട്ടുണ്ട്. അപ്പോഴെന്ത് ചെയ്യുന്നറിയാം, അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെയല്ല, അതിന് പെർഫെക്ഷൻ വേണം. അതാ പറയുന്നത്, ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വിഷയം ആയിക്കോട്ടെ, 2 വാക്കായിക്കോട്ടെ, അത് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ നിർത്തുക. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അതാണ് പൂർണ്ണതയോട് കൂടിയിട്ട് അവതരിപ്പിക്കുക. പെർഫെക്ഷൻ വേണം എന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കില്ലേ? ഇനി നാളെ നിങ്ങൾക്കൊക്കെ ചാൻസ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, പെർഫെക്ഷൻ വേണം. പിന്നെ എന്ത് വേണം, അതിന്റെ ഒരു ടോപ്പിക്കിന്റെ സമയം, ടൈം ലിമിറ്റ് വേണം, പെർഫെക്ഷൻ വേണം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഫസ്റ്റ് 1 ടൈം ലിമിറ്റ്, സെക്കൻഡ് 1 പെർഫെക്ഷൻ, പൂർണ്ണത. ആൻഡ് തേർഡ് 1 ജീവചരിത്രപരവും ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും കാലം ആ വിഷയം നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, ആൻഡ് ഓൺ ടൈം അത് പിന്നെ കറന്റ്ലി അത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആൻഡ് വിൽ ബി ഇത് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എന്താ പറയുക ഫ്യൂച്ചറിൽ ഇതെങ്ങനെ ആയിരിക്കും നടക്കുന്നത്. ഇതൊക്കെ ആ ഒരു വിഷയത്തിന്റെ നമ്മൾ ഫോക്കസ് ചെയ്യണം.
അല്ലേ? ഹിസ്റ്ററി എടുത്തിടുമ്പോ ഒരുപാട് സംസാരിക്കണ്ടേ? ഹിസ്റ്ററി കുറച്ച് സംസാരിക്കാം. പ്രസന്റിലുള്ള അതിന്റെ പ്രയോറിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പ്രയോറിറ്റി പ്രസന്റിൽ നന്നായിട്ട് നമ്മൾ ചിന്തിക്കാം. എന്നിട്ടോ ഫ്യൂച്ചറിൽ അതിന്റെ സാധ്യതകൾ, ആ ഒരു വിഷയത്തിന്റെ സാധ്യതകളെ കുറിച്ചും കുറച്ച് സംസാരിക്കാം. ഇപ്പോഴുള്ള മൂമെന്റ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. മനസ്സിലായില്ലേ? അതാണ് പ്രസംഗത്തിന്റെ ഏത് വിഷയമായാലും ശ്രദ്ധിക്കേണ്ട. ആ വിഷയം നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നുള്ള പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ കുറച്ച് ഹിസ്റ്ററി കൊണ്ടുവരാം, പിന്നെ ഫ്യൂച്ചറും കൊണ്ടുവരാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പോരായ്മകള്, ആ ഒരു സംഗതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോരായ്മകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ദെൻ വിദ്യാർത്ഥികൾ ശാസ്ത്രീയ മനോഭാവം, അതായത് സയന്റിഫിക്കലി എന്തൊക്കെയോ ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു മനോഭാവം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ ഒരു മെന്റാലിറ്റി വളർത്തിയെടുക്കാൻ നമ്മൾ എന്താണ് ഈ രീതി സഹായകമല്ല. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ശാസ്ത്രീയ മനോഭാവത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്സർവേഷൻ ആണ്, കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് അല്ലേ? അപ്പൊ ഈ രീതി നമ്മൾ എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ എന്ത് ടോപ്പിക് ആയാലും അത് കറന്റ്ലി ഉണ്ടാവുന്നതാണ്. അത് ശാസ്ത്രീയ മനോഭാവവുമായിട്ട് റിലേറ്റഡ് അല്ല. പിന്നെന്താ? നിഷ്ക്രിയ ശ്രോതാക്കള്, ശ്രോതാവ് എന്ന് പറയുന്ന കേൾവിക്കാർ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല നിഷ്ക്രിയം കാപ്പബിൾ ആയിട്ടുള്ള ഒരു ശ്രോതാക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ബോറിംഗ് ആയിട്ടുള്ള ശ്രോതാക്കളല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ നിഷ്ക്രിയ ശ്രോതാക്കളായിട്ട് നമ്മൾ അവരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നാണ് കേട്ടോ പറയുന്നത്. നിഷ്ക്രിയ ശ്രോതാക്കളായിട്ട് മാറണം വിദ്യാർത്ഥികള്. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ കുട്ടികളാണ് കേൾക്കുന്നതിൽ അവർക്ക് പിന്നെ ഓക്കെ ആയിട്ടുള്ള പിന്നെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യണം. കുറച്ച് മുതിർന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത്. ഏജ് നമ്മൾ എപ്പോഴും നോക്കണം. ഏജ് റിലേറ്റഡ് ആയിരിക്കണം ആ വിഷയം പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ ഓഡിയൻസ് വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ആ പ്രസംഗത്തിൽ എനിക്ക് ഇത്തിരി നല്ല 2 ലൈന് പാട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയിലൂടെയൊക്കെ കുട്ടികളിലേക്ക് ആ പ്രസംഗം അവതരിപ്പിക്കാൻ പറ്റും. അല്ലേ? നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇതില് കുറച്ച് വലിയതാണെങ്കിൽ ആ കുട്ടീന്റെ പ്രായം, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമായ ആൾക്കാരാണെങ്കിൽ അവിടെ കഥയും കവിതയൊന്നും ഇല്ല. അവരെ പിടിച്ചു നിർത്താനുള്ള നമ്മളുടെ ടിപ്പ് മാത്രമാണ് ഇവിടെ വേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? യെസ്. പിന്നെ കുട്ടീന്റെ നിലവാരത്തിന് യോജിക്കാത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏജ് റിലേറ്റഡ് ആയിരിക്കണം. ശാസ്ത്രീയമായ രീതിയിൽ ചിന്തിക്കാനുള്ള അവസരം കുട്ടിക്ക് ലഭിക്കുന്നില്ല പ്രസംഗത്തിലൂടെ. അതായത് കുട്ടിക്ക് വിഷയത്തെക്കുറിച്ചുള്ള നോളജാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അധ്യാപക കേന്ദ്രീകൃതമായ ഒരു ടീച്ചർ കൊടുക്കുന്നത് അല്ലെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ കൊടുക്കുന്ന ടോപ്പിക്കോ അല്ലെങ്കിൽ ടീച്ചറുടെ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ടീച്ചറുടെ ആ ഒരു ഒബ്സർവേഷനിലോ നടക്കുന്നതാണ് ഈ പ്രസംഗം. ടീച്ചർ എപ്പോഴും കുട്ടീനെ എങ്ങനെയാണ് കുട്ടി ഇത് പ്രസന്റ് ചെയ്യുന്നത്, അവനത് ഓക്കെ ആണോ എന്നുള്ള ഒരു ബോധം ടീച്ചർക്ക് വേണം. പിന്നെന്താണ്? പിന്നെ പ്രസംഗ രീതി ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾ നന്നായിരിക്കും. എന്തൊക്കെയാണ്? അത് 10th പോയിന്റ് ആയിട്ട് കൂട്ടണ്ട കേട്ടോ. അതൊരു 10th പോയിന്റ് എന്നാണ്. അത് ബൈ മിസ്റ്റേക്ക് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണോ ഉള്ളത്? മിസ് ഇത് പോരായ്മകളും അതേമാതിരിയാണല്ലോ, 4th പോയിന്റ് ആണല്ലോ അല്ലെ? അതും അങ്ങനെയാണ്, ഹെഡിങ് അല്ലേ ശരിക്കും? അത് ആക്ച്വലി പിന്നെ ഹെഡിങ് ആണ് വരുന്നത്. പക്ഷെ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പോരായ്മകൾ ശാസ്ത്രീയമായിട്ടുള്ളത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ പ്രായത്തിൻ്റെതാണ് ഇവിടെ പറയുന്നത്. പ്രായത്തിനനുസരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ വലിയ കാര്യങ്ങളൊക്കെ കൊച്ചു കുട്ടികളെ മുമ്പിൽ പോയി പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അവർ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകും. അതൊരു പോരായ്മയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പ്രസംഗ രീതി ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ നോക്കേണ്ടത്, അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടോപ്പിക് അത് ഉൾപ്പെടുത്തിയിട്ട് പരമാവധി കുട്ടികളെ പങ്കെടുപ്പിക്കുക. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പ്രസംഗം കേവലം വാചിക എന്നതിന് ദൃശ്യം എന്നതിലേക്ക് മാറ്റുക. വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. വിഷ്വലൈസ് ചെയ്തിട്ട് ഇതിങ്ങനെയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്തിട്ടൊക്കെ സാങ്കല്പികമായിട്ട് നമ്മളെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇമാജിനേഷൻ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാം. കുട്ടികൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കും ഒരു ടോപ്പിക്ക് അല്ലേ? ഇപ്പൊ ജലലഭ്യത കുറവിനെ കുറിച്ചൊക്കെ പറയാണ്. മഴയില്ലാത്തൊരു സംഗതി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ദാഹിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ അവരിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അവരതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അനുഭവിക്കുന്ന ആ ഒരു സംഗതി അവർക്ക് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് അവർക്ക് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ടൊക്കെ നമുക്ക് പ്രസംഗത്തെ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രസംഗം തുടരാം അല്ലേ? അപ്പൊ ആ ഒരു രീതി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടതാണ്.
പിന്നെ വാചികം എന്നതിലൂടെ നമുക്ക് അതിൽ നിന്ന് റിയലൈസ് ചെയ്ത് ഇമാജിനേഷൻ കൊടുത്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങൾ, ദൃശ്യം മീൻസ് വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസസ് വെച്ചിട്ട് ഈ ഡിവൈസസിലൂടെ നമുക്ക് അതിന്റെ സഹായത്തിലൂടെ പിന്നെ നമുക്ക് പ്രസംഗം നടത്താവുന്നതാണ്. പ്രസംഗം കഴിയുന്നത്ര സംഘചർച്ചയിലൂടെ അവതരിപ്പിക്കുക, ഗ്രൂപ്പായിട്ട്, അതായത് കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. ഒരു കുട്ടീന്റെ മുമ്പിൽ പോയിട്ട് പ്രസംഗിച്ചതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനം കാര്യക്ഷമമാക്കുക, അതായത് കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ക്രിയേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ കുട്ടീന്റെ മുമ്പിൽ പ്രസംഗം നടത്തുമ്പോൾ കുട്ടികൾക്ക് നമ്മളെ കുറച്ചും കൂടി നമ്മൾക്ക് ആ ഒരു ടോപ്പിക് എങ്ങനെ പ്രസന്റ് ചെയ്യാനാവും, ആ ടീച്ചറിന്റെ എനർജി വരെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല എനർജറ്റിക് ആയിട്ട് പ്രസംഗം പറയുമ്പോൾ ആ ടീച്ചറിന്റെ എനർജി വരെ കുട്ടിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലേ? ടീച്ചർ പോലും അറിയാതെ അല്ലെങ്കിൽ മറ്റാരും അറിയാതെ, കുട്ടി പോലും അറിയാതെ ആ എനർജി പാസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു സംഗതി, നല്ല പിന്നെ ഓഡിബിൾ ആയിട്ട് പറയാനും അത് കുട്ടിയിലേക്ക് എത്തിക്കാനും കഴിവില്ല ഒരു ടീച്ചറാണെങ്കിൽ ആ എനർജി വരെ കുട്ടിയിലേക്ക് ഫീൽ ചെയ്യും. കുട്ടിക്ക് ഒരു മോട്ടിവേറ്റഡ് ആവും. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. കുട്ടി പോലും അറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെയുള്ള കഴിവ് കുട്ടിയിലേക്ക് വരും. നന്നായിട്ട് നല്ല ധൈര്യത്തിൽ എവിടെയും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് കുട്ടിയിലേക്ക് വരും. അപ്പൊ ഇതാണ് പ്രസംഗ രീതി വരുന്നത്. ഇത് പ്രസംഗ പ്രദർശന രീതിയൊന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. അടുത്തതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇതൊക്കെ ഞാൻ നോട്ട്സ് തരുമ്പോൾ അവോയ്ഡ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മെത്തഡോളജി മാത്രമേ നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ എക്സാമിന് കേട്ടോ. പിന്നെ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ തന്നതാണ്, അത് ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് വേണ്ടത് പ്രോബ്ലം സോൾവിങ് അല്ലെ, പ്രശ്ന പരിഹാര രീതി നോക്കുക. എല്ലാവർക്കും കിട്ടിയോ? പേജ് നമ്പർ എത്രയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. 45 അല്ലേ? 46. 45 45ഓ 46ഓ എന്തായാലും നോക്കാം. പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ആണ് പറയുന്നത്. ആ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഒരു കുട്ടി പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അകപ്പെട്ട കുട്ടിയും മറ്റു പുറത്തു പോയി എല്ലാം റിയലൈസ് ചെയ്ത് ഓനോ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അതിൽ നിന്ന് ഒരു റിക്കവർ ആവാനുള്ള സോൾവിങ് ഒരു മെത്തേഡ് അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും, സൊല്യൂഷൻ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഗതിയൊക്കെ നമ്മൾ എന്താണ് പ്രശ്ന പരിഹാരത്തിലൂടെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരു മാർഗം നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇപ്പൊ ഇവിടെ വസ്തുക്കളെയും സാഹചര്യങ്ങളെയും വീക്ഷണകോണിലൂടെ, അതായത് സിറ്റുവേഷന് പിന്നെ ഓരോ തിങ്സും അവന്റെ ആ ഒരു ഒബ്സർവേഷൻ, വീക്ഷണം എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ആ ഒരു വീക്ഷണത്തിലൂടെ സൂക്ഷ്മ നിരീക്ഷണം നടത്താനുള്ള ആ ഒരു കഴിവ് വിഷ്വലൈസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രവർത്തിക്കാനുള്ള ജിജ്ഞാസ, പ്രവർത്തനത്തിനുള്ള ജിജ്ഞാസ ഉണ്ടാവുന്നുണ്ട്. ഓരോ കാര്യം ഓരോ ആക്ടിവിറ്റിയിലുള്ള ക്യൂരിയോസിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ പ്രശ്ന നിർദ്ധാരണത്തിലുള്ള അതിന്റെ അതിനൈപുണ്യം കേട്ടോ, അതിനൈപുണ്യം, അതായത് ആ ഒരു സ്കില്ല്, നൈപുണ്യം മീൻസ് സ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതായത് നിർദ്ധാരണം മീൻസ് ഐഡന്റിഫിക്കേഷൻ, ഒരു പ്രശ്നത്തെ തിരിച്ചറിയാനുള്ള സ്കില്ല് അവനക്ക് ഉണ്ടാവണുണ്ട് എന്നാണ് പറയുന്നത്, കഴിവ് ഉണ്ടാവണുണ്ട്. എങ്ങനെയാണ്? ഒരു പ്രശ്നം അവനക്ക് മുമ്പിൽ വന്നതിന് അതൊരു പ്രോബ്ലം ആണ്, അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എഫക്ട് ചെയ്യും എന്നുള്ളത് അല്ലേ. അപ്പൊ അത് അവനെ റിയലൈസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കാണാനുള്ള അവൻ ഏബിൾ ആവുന്ന ഒരു രീതിയാണ് ഈ പ്രശ്ന പരിഹാര രീതി എന്ന് പറയുന്നത്. കുട്ടിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിലൂടെയൊക്കെ ഇത്തരം ഡെവലപ്മെന്റ്സ് നമുക്ക് ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചിന്തിക്കാൻ, ആശയങ്ങൾ രൂപീകരിക്കാനുള്ളത്, യാഥാർത്ഥ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുന്നതിന് സ്വന്തം ലൈഫിലേക്ക് വരുമ്പോൾ എന്തിനും സൊല്യൂഷൻ കാണാനുള്ള കഴിവ് അവനക്ക് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പ്രവർത്തനത്തിലുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതിനാൽ പ്രവർത്തനത്തിലൂടെ പഠിക്കുക എന്ന മനഃശാസ്ത്ര തത്വം പാലിക്കാൻ കഴിയുന്നുണ്ട് കുട്ടിക്ക്. അതായത് ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് പ്രവൃത്തിയിലൂടെയുള്ള പഠനം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് പ്രശ്ന പരിഹാരത്തിലൂടെ കിട്ടുന്നത്. എക്സ്പീരിയൻസ് ആ ഒരു പോയിന്റ് എഴുതി വെക്കാം. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ എഴുതാൻ കിട്ടണില്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലൂടെ പ്രശ്ന പരിഹാരം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയെന്ന് പറയുന്നില്ലേ, വെറുതെ ആണോ? അല്ലേ? കൊണ്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എഫക്റ്റ് പിന്നെ പോണെങ്കിൽ അടുത്തത് വരുമ്പോ അയ്യോ അന്ന് ഇത്രയും എനിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ. അതെ അതെ. അപ്പോ അത് തന്നെയാണ്. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ അവനവൻ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, അത് പ്രവൃത്തിയിലൂടെ പഠിച്ചെടുക്കാം. പിന്നെ കുട്ടികളിൽ വിശാല മനസ്ഥിതി
സഹിഷ്ണുത തുടങ്ങിയ ഗുണങ്ങൾ വളരുന്നു. ആ ഒരു വൈഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അവനക്ക് കിട്ടുന്നുണ്ട് ചിന്തിക്കാനുള്ള. പിന്നെ സഹിഷ്ണുത, എന്തും ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി മനസ്സിനുണ്ടാവണുണ്ട്. പിന്നെ യുക്തി ചിന്താശേഷി, ലോജിക്ക് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ലോജിക്ക് മീൻസ് യുക്തി, അവനവന്റെ ലോജിക്കലി ചിന്തിക്കാനുള്ള കഴിവ്. ലോജിക്ക് അതായത് യുക്തി. നമ്മള് മലയാളത്തിൽ ഈ ലോജിക്കിന് യുക്തിക്കൊക്കെ വേറെന്തോ ഒരു വേർഡും കൂടി പറയാറ്, യുക്തിപരമായിട്ട്, ബുദ്ധിപരമായിട്ടല്ലേ. അതിനിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞോട്ട് നിനക്കെന്താ ഇത് തിരുപാടില്ലേ എന്നൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ. അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോ സോഷ്യലി ആ ഒരു ബോധം, ഒരു പിന്നെ അവയർനെസ്, സോഷ്യൽ അവയർനെസ് നടക്കുന്നുണ്ട്. സാമൂഹ്യ ബോധം മീൻസ് സോഷ്യൽ അവയർനെസ് നടക്കുന്നുണ്ട്. പിന്നെ സ്വാശ്രയ ബോധം, അതായത് സെൽഫ് അവയർനെസ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധവും അവിടെ വളരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്ന പരിഹാര രീതിയിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. നമ്മൾ റിയലൈസ് ചെയ്യാണ് നമ്മുടെ ഏത് ലോകത്താണ്, എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആസ് എ പേഴ്സൺ ഞാൻ എന്തൊക്കെയാണ് എന്റെ റെസ്പോൺസിബിലിറ്റി, എന്റെ ഉത്തരവാദിത്തം എന്താണ്, അല്ലെ. ഞാൻ എവിടെ എങ്ങനെയൊക്കെ പിന്നെ ചെയ്യേണ്ടതുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യാതിരിക്കേണ്ടത്, എവിടെയാണ് നോ പറയേണ്ടത്, എവിടെയാണ് യെസ് പറയേണ്ടത്, ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, നമുക്ക് ജീവിക്കാനുള്ള വഴി. നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. സത്യമല്ലേ അത്? കാരണം നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് മാത്രം കുറെ സാധനങ്ങൾ വാങ്ങി, കുറെ ഭക്ഷണം കഴിച്ചു, കുറെ വസ്ത്രങ്ങൾ വാങ്ങി, ഇതാണോ ലൈഫ്? നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ലൈഫാണ്. ഓഫ് കോഴ്സ് അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, മെന്റൽ കപ്പാസിറ്റി നമുക്ക് കൈവരിക്കുന്നത് പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാര രീതി, ഇമോഷണൽ ഇന്റലിജന്റ് ആവുക. അപ്പൊ അവിടെയാണ് നമ്മൾ ലൈഫിൽ സക്സസ് ആവുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. ദെൻ അടുത്തത് നമുക്ക് ആവശ്യമില്ല ഗവേഷണ രീതി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഗവേഷണ രീതി ആവശ്യമുണ്ട് കേട്ടോ. ഗവേഷണ രീതി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് വേണമെങ്കിൽ നിങ്ങൾ എഴുതാം. ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച്, അത് ഗവേഷണം നടത്താനൊക്കെ കൂടുതലും മൈൻഡൊക്കെ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ് ഇറങ്ങിത്തിരിക്കുന്നത്. എപ്പോഴും ബിസി ലൈഫിൽ അവർക്ക് നീ ഗവേഷണം നടത്താനൊന്നും പറ്റില്ലല്ലേ ബാസില? അതെ സർ, ആ, വെറുതെ എവിടെ ഇനി സമയം? ഇനി ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരും ചിലപ്പോൾ ഗവേഷണത്തിന് പോയി കഴിഞ്ഞാൽ ഇവര് പകുതിക്ക് വെച്ച് നിർത്താറുണ്ട്. അതിന് 75% ഒക്കെ ആവുമ്പോൾ അവർക്ക് തന്നെ മടുപ്പ് വരും. കാരണം എന്താ, ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് അവര് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു അവസാനം ഒരു ബോറടിച്ച് തുടങ്ങും. വേറെ ഒന്നിനും ഇത് ചെയ്യാതെ വരുമ്പോഴൊക്കെ മതി, ഇവിടെ മതി, ഇത്ര കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആ ഒരു നല്ല ക്ഷമ ഗവേഷണത്തിന് വേണമല്ലോ മിസ്സേ. ക്ഷമ വേണം. സത്യമാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ ഗവേഷണ രീതി സക്സസ് ആവും. ഇപ്പൊ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഗവേഷണത്തിലൊക്കെ സക്സസ് ആവും. മൈൻഡ് സെറ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോവേണ്ട സിറ്റുവേഷൻ ആവും, അല്ലേ. ഇപ്പൊ ഇവിടെ ഗവേഷണ അതെ. രീതി എന്ന് പറയുന്നത് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സ്വയം പ്രവർത്തിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. ഒറ്റയ്ക്കാണ്, സെൽഫ് ലേണിംഗ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് സ്വയം കണ്ടെത്തുന്നുണ്ട്, അല്ലെ. സെൽഫായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നിലധികം ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങൾ എന്നിവയിലൂടെ കുട്ടി യാഥാർത്ഥ്യം കണ്ടെത്തുന്നു, ഒരു സൊല്യൂഷനിൽ അവൻ എത്തുന്നുണ്ട്. പിന്നെ പഠന നിയമങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ രീതി. ഉദ്ദേശപൂർവമായ അനുഭവങ്ങളിൽ ഈ രീതി കേന്ദ്രീകരിച്ചിരിക്കുന്നു. സ്വയം പഠനത്തിന് പ്രാധാന്യം നൽകുന്നു. ഗ്രൂപ്പായിട്ട് നമ്മൾ ഗവേഷണം ചെയ്യുന്നുണ്ട്, റിസർച്ച് ഒക്കെ ചെയ്യുന്നത് പോലെ, ഗ്രൂപ്പ് റിസർച്ച് ഒക്കെ. പക്ഷെ അതിലേക്ക് ഉപരിയായിട്ട് സെൽഫായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവേഷണം നടത്തുന്നത്, അല്ലെ. അപ്പൊ അവിടെയാണ് സക്സസിന് കുറച്ചും കൂടി ഡിഫിക്കൽട്ടീസ് നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. ഗ്രൂപ്പിൽ ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അടുത്ത ആളെങ്കിൽ അത് പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കോളും, അല്ലേ. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ എന്താണ്, ആരും ഇല്ല, നമ്മൾ നിർത്തി. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ സ്വയം പഠനത്തിനാണ് പ്രാധാന്യം ഗവേഷണത്തിൽ വരുന്നത്. ഗവേഷണം നിങ്ങൾക്ക് അറിയാലോ എന്താണെന്നുള്ളത്. അടുത്തത് നമുക്ക് ഇനി ചാപ്റ്റർ ഇന്ന് തീർക്കണം. അവർക്കും തീർന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇവാലുവേഷൻ ആണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. വികസന രീതി എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് നോക്കാം. വികസന രീതി എന്ന ഒരു എക്സാമിന് വരുന്നതല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. വികസന രീതി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അധ്യാപകനും വിദ്യാർത്ഥിയും കൂട്ടമായി ഒരു പ്രശ്നത്തെ നേരിടുന്നു, പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ വികസന രീതി ഫലപ്രദമാക്കാൻ വേണ്ടത് ശ്രദ്ധാപൂർവം വിദ്യാർത്ഥികളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കണം. നല്ലതാണ് കേട്ടോ.
ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളില്ലേ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഒപ്പീനിയൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. ചില ആൾക്കാരുണ്ടാവും പിന്നെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ക്യാരക്ടർ നമുക്ക് ശരിക്കും മനസ്സിലാവുക. ചില കുട്ടികൾക്ക് അസൂയ, ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നീ അത് ചെയ്യേണ്ട, അത് ഞാൻ ചെയ്തോളും, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ അവൻ എഴുതിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ തരും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ, നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് വാശി പിടിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇവനിക്ക് എന്തിനാ ഈഗോ, ഇതായിരുന്നു ഇവന്റെ ക്യാരക്ടർ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട്സിനെയും നമ്മുടെ ആൾക്കാരെയും നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പിന്നെന്താ, ഒരാളുടെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക ഗ്രൂപ്പിൽ. ഒരാൾ ഓൾറെഡി പറഞ്ഞത് അടുത്ത ആൾ പറയില്ല. അത് അവൻ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും എന്റെ അഭിപ്രായം ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പറയണം. അപ്പൊ അവൻ എന്ത് ചെയ്യും, വേറൊരു അഭിപ്രായം പറയും. അപ്പൊ ഒരുപാട് ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കേൾക്കാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്യേണ്ടവയുണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെടാത്തവയുണ്ടാവും, റിജക്ട് ചെയ്യേണ്ടവയുണ്ടാവും. ഇത് നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നാളെ സൊസൈറ്റിയിൽ നമ്മൾ ഒരു ചർച്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുകയോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും കേൾക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമ്മളെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെയുള്ള കഴിവ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ കിട്ടിയില്ലേ. എല്ലാ മനുഷ്യരും ഈ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യണം. സമൂഹത്തിലായാലും ഫാമിലിയിലായാലും എവിടെ ആയാലും. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ആൾക്കാരുടെ നടുക്കാണ്. ഒറ്റയ്ക്ക് ഏതെങ്കിലും മലയിൽ പോയിട്ട് ഗുഹയിൽ ഇരുന്നിട്ട് ജീവിക്കല്ല. അതൊക്കെ ഭയങ്കര നമുക്കിങ്ങനെ ചിന്തിക്കാം. ഒരു എന്താ പറയാ, ഏകാന്തവാസം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ 2 ദിവസം നിൽക്കുമായിരിക്കും, 3-ാമത്തെ ദിവസം ഇറങ്ങി ഓടും. അപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ്, ഒപ്പീനിയൻസ് നമ്മൾ കേൾക്കും, നമുക്ക് വേണ്ടവ അക്സെപ്റ്റ് ചെയ്യും, വേണ്ടാത്തവ റിജക്റ്റ് ചെയ്യും, നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ വികസന രീതി എന്ന് പറയുന്നത് ഗ്രൂപ്പ് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ശ്രദ്ധാപൂർവം വിദ്യാർത്ഥികളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക, ആവശ്യമില്ലാത്ത വസ്തുക്കളെ കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കുക. വേണ്ടാത്തത് നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ഇത് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടാത്തത് നോ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ പ്രശ്നങ്ങൾക്കുള്ള സൈദ്ധാന്തികമായ പരിഹാരം കണ്ടെത്തി ശേഷം അവ പരിശോധിക്കുന്നതിന്, അത് പ്രോബ്ലം സോൾവിങ് കണ്ടെത്തുകയും ഒരു സൊല്യൂഷനിൽ എത്താനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാനൊക്കെ ഗ്രൂപ്പ് വർക്കിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. ടീം വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരാളിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ അടുത്ത ആള് പ്രവർത്തിക്കുമ്പോൾ അത് സക്സസ് ആയിക്കോളും ഇല്ലേ. അപ്പൊ അവിടെ ടീം വർക്കാണ് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ ടീച്ചറായിട്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക, നിങ്ങളൊന്ന് നിങ്ങളെ ത്രോട്ടിന് റിലാക്സേഷൻ കൊടുക്കുക. നിങ്ങൾ അപ്പോൾ സംസാരിക്കാണ്ട് അനങ്ങാതിരുന്നിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കാം. നന്നായിട്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, മടിയന്മാരാവാതെ. എങ്ങനെയാ, നിങ്ങൾക്ക് എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യിക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യാം. അവസാനം എല്ലാം ടീച്ചർ പരിശോധിച്ചിട്ട് ടീച്ചർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും നല്ല ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെയുള്ള ചാൻസും നമുക്കുണ്ട്. അപ്രിസിയേഷൻ കൊടുക്കുക നല്ല ടീമിന്, ഇവരെ ഗ്രൂപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടീമായിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുക. അതാണ് വികസന രീതി എന്ന് പറയുന്നത്. അവിടെ നല്ല നല്ല ടോപ്പിക്ക് വെച്ചിട്ട് കുട്ടികൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുക. അടുത്തത് നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് മൂല്യനിർണ്ണയം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇനി നമുക്ക് 1-2 ക്ലാസ് മതി ഈ പ്രീ പ്രൈമറിന്റെ സബ്ജക്റ്റിന്. പിന്നെ എക്സാം ആയില്ലേ, മോഡൽ എക്സാമിന് മുമ്പ് ഇത് 1-2 ക്ലാസ് വെച്ചിട്ട് തീർക്കണം. തീർത്തിട്ട് പിന്നെ നമുക്ക് എക്സാമിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മോഡൽ എക്സാം, നിങ്ങൾ പിന്നെ സെറ്റായി മെയിൻ എക്സാം എഴുതാൻ. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ ഇത് വിഷമം, നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ അല്ലേ. മിസ്, മോഡൽ എക്സാം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇടവിട്ടിട്ടുണ്ടാവുക? മോഡൽ എക്സാം മേ ബി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. നോക്കട്ടെ, നിങ്ങളെ ലീവിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അത് വരിക കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായാലും എങ്ങനെയായാലും അത് എക്സ്പീരിയൻസ് ചെയ്യും. മോഡൽ എക്സാം ശരിക്കും നിങ്ങൾ മെയിൻ എക്സാം എഴുതുന്ന പോലെ തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. മോഡൽ എക്സാം എന്ന് കരുതിയിട്ട് ഒരു കുട്ടി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ലേറ്റ് ആയിട്ട് പേപ്പർ സെൻഡ് ചെയ്യുക, അവിടെ ഒന്നും ഒരു എക്സ്ക്യൂസസ് ഒന്നും ഇല്ല. കറക്റ്റ് മെയിൻ എക്സാം എങ്ങനെയാണ് അതുപോലെ. അത് എത്രയിലാ ഉണ്ടാവാ മാർക്ക്? 100-ലാ? 100-ൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. 100-ൽ തന്നെ വെക്കും. കാരണം നിങ്ങൾ മെയിൻ എക്സാം എഴുതുന്ന ആ ടൈമിന്റെ സ്പീഡ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ എത്രമാത്രം സ്പീഡിൽ എഴുതണം, എനിക്ക് എത്രമാത്രം ലാഗ് അടിച്ചിട്ട് സമയം പോയി എന്റെ മാർക്ക് നഷ്ടമായിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് മോഡൽ എക്സാം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മെയിൻ എക്സാം എഴുതുമ്പോൾ ഒരു എഫേർട്ടും ഒരു ബുദ്ധിമുട്ടും തോന്നാതെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. മിസ് അത് നമുക്ക് നോക്കിയിട്ട് തരൂലേ? ഉണ്ടോ? പിന്നെയില്ലേ മിസ്സേ, ലെസൺ പ്ലാനിൽ HMന്റെ ഒപ്പം ആവണം. ആ ലെസൺ പ്ലാൻ HMന്റെയോ പ്രിൻസിപ്പളുടെ കിട്ടാൻ ചാൻസ് കുറവാണ്. പ്രിൻസിപ്പൾ ഇത്തിരി കൂടി ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആള്. HM ഉണ്ടാവും, KG സെക്ഷൻ ഹെഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഇത് വാങ്ങിയാൽ മതി കേട്ടോ. അതുപോലെ ടീച്ചിങ് എയ്ഡ്സിലോ? ടീച്ചിങ് എയ്ഡ്സിൽ വേണ്ട, ടീച്ചിങ് എയ്ഡ്സിൽ അത് വേണ്ട. നിങ്ങൾ ലെസൺ പ്ലാൻ റെക്കോർഡില് അവിടുത്തെ ഹെഡിന്റെ സൈൻ വാങ്ങാം, എന്നിട്ട് സ്കൂളിന്റെ സീല് വെച്ച് തരാൻ പറയാം. സീല് വേണമെന്ന് അറിയാം കേട്ടോ, സ്കൂളിന്റെ സീല് വേണം. കാരണം നിങ്ങൾക്ക് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബിന് പോകുമ്പോൾ ഞാൻ ട്രെയിനഡ് ആയിട്ടുള്ള ടീച്ചറാണ് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണത്. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തുക്കടാർന്നിടുന്ന് വന്നതല്ല, ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, എക്സ്പീരിയൻസ് ടീച്ചിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്ന ടീച്ചറാണ് അല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രൂഫാണ് സ്കൂളിന്റെ സീല് എന്ന് പറയുന്നത്. സ്കൂളിന്റെ സീല് വാങ്ങാം, സൈൻ വാങ്ങാം. സൈനിനേക്കാളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ആ സീല് കിട്ടുക എന്ന് പറയുന്നത്. അത് ഓരോ വാങ്ങാം. ലെസൺ പ്ലാനിലും വാങ്ങണം? വേണ്ട വേണ്ട, നമ്മൾ ഓരോ ലെസൺ പ്ലാനിന് നമുക്ക് ടീച്ചറുടെ സൈൻ കിട്ടിയിട്ടുണ്ട്, ഹെഡിന്റെ സൈൻ കിട്ടിയിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ആ ലെസൺ പ്ലാൻ എഴുതി കഴിഞ്ഞിട്ടുള്ള പേജിൽ സ്കൂളിന്റെ സൈൻ അതിന്റെ മുകളിൽ തന്നെ എഴുതിയതിന്റെ മുകളിൽ തന്നെ അവർ ചെയ്തു തരും. അത് അവർക്ക് അറിയാം, അവർ ചെയ്തു കൊടുക്കുന്നില്ല, അവർക്കറിയാം. എല്ലാവരും സീല് വാങ്ങാൻ ശ്രമിക്കുക. ചെയ്യാത്തവർ ഒന്നുകൂടി അവരെ വിളിച്ച് ചോദിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് സീല് വാങ്ങിയിട്ട് വരിക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഒരു ജോബിനൊക്കെ പോകുമ്പോൾ ചില സ്കൂളിൽ നിന്ന് ലെസൺ പ്ലാൻ റെക്കോർഡ് എവിടെ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളത് അതൊന്ന് കാണിച്ചെന്ന് പറയും. ഇത് ചെക്ക് ചെയ്യാനാണ്, അവർക്ക് അത് വായിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല, ഇത് ചെക്ക് ചെയ്യാൻ. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിന്റെ സീല് കണ്ടിന് അവർക്ക് മനസ്സിലാവും. അല്ലാതെ അവർക്ക് ഇത് വായിച്ചിരിക്കാനോ ഇവരെ ലെസൺ പ്ലാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ അതിന് വേണ്ടിയിട്ടോ അല്ല. ഈ സീല് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യും. അപ്പൊ അത് നിങ്ങളെ ഫ്യൂച്ചറിനെ ഞാൻ മുൻകണ്ടിട്ട് പറഞ്ഞതാണ്. നാളെ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞുതരാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ അയച്ചുതരും, എഴുതിയെടുക്കുക. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.